യുദ്ധമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് വാളും പരിചയം അടങ്ങുന്ന ഒരു കൂട്ടം ആയുധങ്ങളുടെ കൂമ്പാരമാണ്. എന്നാൽ ഇന്ന് കാലം മാറി. ഇന്നത്തെ യുദ്ധങ്ങൾ വെറും ആയുധങ്ങൾ ഉപയോഗിച്ചുള്ളതല്ല, മറിച്ച് സാങ്കേതിക വിദ്യകൾ തമ്മിലുള്ളതാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ഇറാന്റെ മിസൈലുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ചൈനയുടെ സാറ്റലൈറ്റ് സംവിധാനമാണോ ഇതിന് പിന്നിൽ എന്ന് നമുക്ക് നോക്കാം. മിസൈലുകളുടെ കൃത്യതയ്ക്ക് പിന്നിൽ ചൈനയുടെ സ്വന്തം ഉപഗ്രഹ നാവിഗേഷൻ ശൃംഖലയായ ബെയ്ഡു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണെന്ന നിഗമനത്തിലാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ. അമേരിക്കയുടെ GPS-ന് പകരമായി ചൈന നിർമ്മിച്ച സംവിധാനമാണ് ബെയ്ഡു. ഇറാന്റെ മിസൈലുകൾ ഇപ്പോൾ കൃത്യമായി ശത്രുവിന്റെ മടയിൽ കയറി അടിക്കാൻ കഴിയുന്നത് ഈ ചൈനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അന്താരാഷ്ട്ര ഇന്റലിജൻസ് വിദഗ്ധർ പറയുന്നത്. പണ്ട് സൈനിക കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് മാത്രമുണ്ടായിരുന്ന അധികാരം ഇപ്പോൾ ചൈനയുടെ ഈ വരവോടെ ഇല്ലാതായിരിക്കുകയാണ്. എന്താണ് ബെയ്ഡു എന്ന് പരിശോധിക്കാം. അമേരിക്കയുടെ GPS പോലെ ലോകത്തെവിടെയും കൃത്യമായ ലൊക്കേഷൻ, സമയം, നാവിഗേഷൻ എന്നിവ നൽകാൻ ശേഷിയുള്ള ചൈനീസ് നാവിഗേഷൻ സംവിധാനം. പണ്ട് ലോകം മുഴുവൻ അമേരിക്കയുടെ GPS-നെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ അമേരിക്ക ഈ സേവനം നിർത്തിവച്ചാൽ മറ്റ് രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകും. ഇത് ഒഴിവാക്കാനും സാങ്കേതികമായി സ്വയം പര്യാപ്തത നേടാനുമാണ് ചൈന സ്വന്തം സംവിധാനം ഉണ്ടാക്കിയത്. ഈ സിസ്റ്റം ലോകശ്രദ്ധ നേടുന്നത് അതിന്റെ സാങ്കേതികമായ ചില പ്രത്യേകതകൾ കൊണ്ടാണ്. നിലവിൽ ആകാശത്ത് ഏകദേശം 50ഓളം ഉപഗ്രഹങ്ങൾ ബെയ്ഡുവിനുണ്ട്. ഇത് അമേരിക്കയുടെ GPS ഉപഗ്രഹങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഭൂമിയിൽ എവിടെയായാലും സിഗ്നലുകൾ തടസ്സമില്ലാതെയും വേഗത്തിലും ലഭ്യമാകും. സാധാരണ ലൊക്കേഷൻ സേവനങ്ങൾക്ക് പുറമെ അതീവ കൃത്യതയോടെ സ്ഥാനം നിർണ്ണയിക്കാൻ ഇതിന് സാധിക്കും. മറ്റ് നാവിഗേഷൻ സിസ്റ്റങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണിത്. മൊബൈൽ ടവറുകളോ റേഞ്ചോ ഇല്ലാത്ത, ഉദാഹരണത്തിന് കടലിലോ കാട്ടിലോ വെച്ച് പോലും ഉപഗ്രഹം വഴി ചെറിയ സന്ദേശങ്ങൾ അയക്കാൻ കഴിയും. തുടക്കത്തിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമായിരുന്നു സേവനമെങ്കിൽ 2020 മുതൽ ഇത് ലോകം മുഴുവൻ ലഭ്യമാണ്. നിലവിൽ 150-ലധികം രാജ്യങ്ങൾ ബെയ്ഡു സേവനം ഉപയോഗിക്കുന്നുണ്ട്. വഴി നോക്കാൻ മാത്രമല്ല, മിസൈലുകൾക്കും ഡ്രോണുകൾക്കും കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ബെയ്ഡു സഹായിക്കും. അതുകൊണ്ടാണ് ഇറാൻ ഈ ചൈനീസ് വിദ്യയുടെ സഹായം തേടുന്നതും. ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ ഉപയോഗിച്ച് മിസൈലിന്റെ പാത തത്സമയം തിരുത്താൻ സാധിക്കും. കൂടാതെ ശത്രു രാജ്യങ്ങൾ സിഗ്നലുകൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാനും സഹായിക്കും. ഒരു സിഗ്നൽ തടസ്സപ്പെട്ടാൽ മറ്റൊന്ന് ഉപയോഗിച്ച് ലക്ഷ്യത്തിലെത്താൻ ഇതിലൂടെ സാധിക്കും. ബെയ്ഡു വെറുമൊരു വഴികാട്ടി മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലും യുദ്ധങ്ങളിലും വലിയ മാറ്റമുണ്ടാക്കുന്ന ഒരു ആയുധമാണ്. ചൈനയുടെ ബെയ്ഡു സിസ്റ്റം ഇറാന്റെ മിസൈലുകൾക്ക് നൽകുന്ന കരുത്ത് ആഗോള സൈനിക രംഗത്ത് അമേരിക്കയുടെ ഏകപക്ഷീയമായ അധികാരം അവസാനിക്കുന്നതിന്റെ തെളിവാണ്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ മിസൈലുകൾ കാണിക്കുന്ന കൃത്യത ഇതിന് ഉദാഹരണമാണ്. ഭാവിയിൽ ഉപഗ്രഹ സംവിധാനങ്ങൾ എങ്ങനെയാണ് യുദ്ധങ്ങളുടെ ഗതി മാറ്റുന്നത് എന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു.